നമ്മളെ നാട്ടിലൊരു ചൊല്ലുണ്ട്, വേവോളം കാത്തിരുന്ന മനുഷ്യന് ആറോളം കാത്തിരിക്കാനാണോ പാട് എന്നുള്ളൊരു ചൊല്ല്. ഈ ഒരു ചൊല്ല് ഇവിടെ പറയാൻ കാരണം നമ്മളെ പ്രിയപ്പെട്ട നൗഫൽ ബായി കടന്നു വന്ന വഴി നമുക്കൊന്നും ഊഹിക്കാൻ പറ്റാവുന്നതിൻ്റെ അങ്ങേ അപ്പുറത്താണ്. സ്വന്തം വീട്ടിലെ 16ഓളം പേരെ നഷ്ടപ്പെട്ട്, സ്വന്തമായിട്ടുണ്ടാക്കിയ വീട് നഷ്ടപ്പെട്ട്, ഇവിടെ ഒന്നും സംഭവിക്കൂല, അത്രമേൽ അടച്ചുറപ്പുള്ള വീടാണെന്ന് കരുതിയ വീടും ബന്ധുക്കളും കുടുംബവും ഒക്കെ ഒരൊറ്റ രാത്രി കൊണ്ട് നഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ് നൗഫൽ ബായി. ആ നൗഫൽ ബായി ഈ ഒരു വീടിൻ്റെ ഈ ഒരു ചെറിയ ക്രാക്കിനെ ഇത്ര വലിയൊരു വിവാദമാക്കേണ്ടിയിരുന്നോ എന്ന് എനിക്ക് സ്വയം തോന്നിപ്പോവാണ്. കാരണം നിങ്ങൾ വന്ന വഴി അത്ര വലുതാണ്, അത്രമേലെ ക്ഷമയുള്ള മനുഷ്യനായിരിക്കും നിങ്ങൾ. എന്നെപ്പോലുള്ള ഒരു മനുഷ്യനാണെങ്കിൽ ഇതൊന്നും റിക്കവറി ആവാനോ ഇത്ര ഉഷാറായിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കാനോ പോലും കഴിയില്ലായിരുന്നു. തകർന്നു പോവായിരുന്നു ഈ കേൾവിക്കാരായിട്ടുള്ള പല മനുഷ്യരും. അപ്പോൾ ഇത്രയും വലിയൊരു സങ്കടക്കടൽ നീന്തി വന്ന നിങ്ങൾക്ക് ആ വീട്ടിലെ ഒരു ക്രാക്ക് അത് സ്വാഭാവികമായിട്ടും രമ്യതയിൽ പരിഹരിക്കേണ്ട ഒരു കാര്യമായിരുന്നത്. അതിന് പകരമായി നിങ്ങൾ ആരുടെയൊക്കെയോ റിമോട്ടിന് കൺട്രോൾ ആയി പോയിട്ട് ഇതൊരു വലിയ വിവാദമാക്കി മാറ്റി എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലി ഒരു അഭിപ്രായം. സർക്കാർ ഇത് റെഡിയാക്കി തരൂലെന്നോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോ ബന്ധപ്പെട്ട അധികാരികളോ അതല്ലെങ്കിൽ ഇത് കോൺട്രാക്റ്റ് എടുത്ത കമ്പനിയോ ഇത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞൊരവസ്ഥ ആയിരുന്നെങ്കിൽ നിങ്ങൾ ഈ വിവാദം ഉണ്ടാക്കിയതിൽ എന്തെങ്കിലും ഒരു കഴമ്പുണ്ടാവുമായിരുന്നു. ഇത് സർക്കാർ നിങ്ങൾക്കത് പരിഹരിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് പോലും നിങ്ങൾ ആരുടെയൊക്കെയോ റിമോട്ട് കൺട്രോളിലായി പോയി എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളെ ചുറ്റിലുമുള്ള ആ ചിരിച്ച് അട്ടഹസിച്ച ആ ശവന്തൂക്കികൾ തന്നെയാണ് ഇതിൻ്റെ പുറകിൽ എന്ന് യാതൊരു സംശയവും വേണ്ട. അത് പൊതുജനങ്ങൾക്ക് മനസ്സിലായിട്ടുമുണ്ട്. ഒരു മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു വീടിന് സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ചില അറ്റകുറ്റപ്പണികൾ അത് സർക്കാരോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളോ നേരത്തെ പറഞ്ഞ പോലെ അത് പരിഹരിച്ച് തരാമെന്ന് പറഞ്ഞിട്ടും ഇത്ര ഒരു വിവാദം ഉണ്ടാക്കിയത് എന്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം നിങ്ങളെപ്പോലൊരു മനുഷ്യൻ കടന്നു വന്ന വഴികൾ അത്ര ദുർഘടമായിട്ടുള്ളൊരു വഴികളിലൂടെയാണ് നിങ്ങൾ വന്നിട്ട് റിക്കവറി ആയിട്ടുള്ളത്. ആ ഒരു മനുഷ്യന് ഈ ഒരു ചെറിയ കാര്യം എന്തേ ക്ഷമിക്കാൻ പറ്റാതെ പോയി എന്ന് ആലോചിച്ചിട്ട് എനിക്ക് അത്ഭുതപ്പെട്ടു പോവുകയാണ് ഞാൻ. കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞ പോലെ ഇതൊരു സർക്കാർ പദ്ധതിയാണ്. ഇത് ജനങ്ങളുടെ കാശ് കൊണ്ടുണ്ടാക്കുന്ന ഒരു പദ്ധതിയാണ്. സർക്കാർ എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ഇത് കേട്ടിരിക്കുന്ന രാഷ്ട്രീയമുള്ളവനും രാഷ്ട്രീയമില്ലാത്തവനും അരാഷ്ട്രീയവാദിയായിട്ടുള്ളവനും മറ്റ് രാഷ്ട്രീയ പാർട്ടിനെ അനുകൂലിക്കുന്നവർ എല്ലാവരുടെയും കാശ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പദ്ധതിയാണിത്. ഇതിനെ നിങ്ങൾ രാഷ്ട്രീയവൽക്കരിച്ചത് വളരെ മോശമായി എന്നുള്ളൊരു അഭിപ്രായം കൂടി ഉണ്ട് കേട്ടോ എനിക്ക്. ഇത് ജനങ്ങളുടെ പൈസ കൊണ്ടുണ്ടാക്കുന്ന ജനങ്ങളുടെ സർക്കാർ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. എല്ലാവരും സഹകരിച്ച് ഇത് മുന്നോട്ട് കൊണ്ടുപോകുമായിരുന്നെങ്കിൽ എത്ര ഭംഗിയായിട്ട് ഇത് അവസാനിക്കുമായിരുന്നു. പല ആളുകൾക്കും ഈ കമൻ്റ് ഇടുന്നവർക്കോ അല്ലെങ്കിൽ ഇത് ഒരു വിവാദമാക്കി മാറ്റിയ മാധ്യമങ്ങളാണെങ്കിലും രാഷ്ട്രീയക്കാരാണെങ്കിലും ആർക്കാണെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള മുതലെടുപ്പുണ്ട്, അവർക്ക് അവരുടേതായിട്ട് ലാഭത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ അരിഭക്ഷണം കഴിക്കുന്ന ഏതൊരാൾക്കും തിരിയുന്നൊരവസ്ഥയാണുള്ളത്. ഇനി മന്ത്രിയുടെ ഒരു വാക്കുണ്ട്, ഇതൊന്ന് കേട്ടിട്ട് ഞാൻ വരാം. 20 മാസവും ഒരു മാസം പോലും തെറ്റാതെ വാടകയും ദിനപത്തിയും കൂപ്പണും ഈ ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. ഒരു മാധ്യമ പ്രവർത്തകർ പറഞ്ഞതുപോലെ അത് സർക്കാരിൻ്റെ ഔദാര്യമൊന്നുമല്ല, അത് നാട്ടിലെ ജനങ്ങളുടെ അവകാശമാണ്. പക്ഷേ ഇന്ത്യയിൽ മറ്റൊരിടത്തും ഒരു ദുരന്തം ഉണ്ടായി 21 മാസം ഈ മാസം അടക്കം മുറ തെറ്റാതെ അത് കൊടുക്കുന്നത് ഒരുപക്ഷെ ഇവിടെ ഉണ്ടായി ചൂരൽമല ദുരന്തത്തിൽ മാത്രമായിരിക്കും. കേരളത്തിൽ മുമ്പ് അത്തരം ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. STRFൽ നിന്ന് സാധാരണ അത് അനുവദിക്കാൻ പറ്റുക 3 മാസക്കാലത്തേക്കാണ്. സർക്കാർ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നോംസ് അനുസരിച്ച് കൂടിയാൽ 3 മാസം കൂടി കൂട്ടി കൊടുക്കാം, 6 മാസം. പക്ഷേ 21 മാസക്കാലമായിട്ടും അത് കൊടുക്കുന്നുണ്ടെന്ന് മാത്രമല്ല, ജൂൺ മാസം വരെയുള്ള കഴിഞ്ഞ 21 മാസമായിട്ട് നിങ്ങൾക്ക് ചെയ്തു തരാൻ സർക്കാരിന് പറ്റുന്ന എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട്. എന്നിട്ടും എന്തിനു വേണ്ടിയാവും ഇതൊരു വിവാദമാക്കിയത് എന്ന് ആലോചിച്ചിട്ട് എനിക്കിപ്പോഴും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ്. ഇതിൻ്റെ പുറകിൽ വ്യക്തമായ രാഷ്ട്രീയമുണ്ട്, വ്യക്തമായ മുതലെടുപ്പുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെയല്ല എന്ന് വാദിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഇതൊരു ക്ലിപ്പ് ഇതൊന്ന് കണ്ടോക്ക്. അങ്ങയുടെ ആകാംക്ഷയെ ഞാൻ അംഗീകരിക്കുന്നു, മാനിക്കുന്നു വളരെ ബഹുമാനത്തോടെ. പക്ഷെ ഒന്ന് മനസ്സിലാക്കേണ്ടത്, അങ്ങോട്ട് ഇല്ലാത്തൊരു കാലത്ത് ഞങ്ങൾ കൊടുക്കാത്ത ബ്രെഡ് പൂത്ത സ്ഥലമാണ് ഈ ചൂരൽമല. ആ ബ്രെഡ് പൂപ്പിച്ച ആൾ കുറെ കാലം ജയിലിലായിരുന്നു, ഇപ്പോൾ ആൾ പുറത്തിറങ്ങിയിട്ടുണ്ട്, നാട്ടിലുണ്ടോയെന്ന് എനിക്കറിയില്ല. ബ്രെഡ് പൂത്ത സ്ഥലമാണ്. കേരളത്തിലെ ഗവൺമെന്റ് കൊടുക്കാത്ത ബ്രെഡ് എങ്ങനെയാണ് പൂത്തത് എന്ന് നിങ്ങൾക്കറിയാം. ആ പൂത്തത് മുതൽ ഞങ്ങൾ എന്തെല്ലാം കേട്ടു. ഇടക്കാലത്ത് നിങ്ങൾ ഈ പല മാധ്യമങ്ങളും പറഞ്ഞില്ലേ, സുപ്രീം കോടതി വരെ പോയി ഞങ്ങൾ തോൽക്കും, സ്ഥലം കിട്ടില്ല. സ്ഥലം കിട്ടിയല്ലോ.
വീട് വയ്ക്കില്ല, വീട് വെച്ചല്ലോ. ഇത് ഏതെങ്കിലും വിധത്തിലുള്ള അഹങ്കാരത്തിൻ്റെ മാനദണ്ഡമോ തെരഞ്ഞെടുപ്പിൻ്റെ ആയുധമോ അല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വികാരമാണ്. ഞങ്ങളെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മാത്രമല്ല, കേരളത്തെയും ദുരന്തബാധിതരെയും സ്നേഹിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരു വികാരമാണ്. ഈ വികാരം അന്ത്യം വരെ എത്ര കാലം നിൽക്കുമോ അത്രയും കാലം വരെ ഇത് തുടർന്ന് ഞങ്ങൾ കൊണ്ടുപോകും. ഒരു പേടിയും അക്കാര്യത്തിലില്ല. കൃത്യം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. തൊഴിലാളികളുടെ ചില ഡെഫിഷ്യൻസി ചില ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ആ കുറവുണ്ടെങ്കിൽ പരിഹരിക്കും. നിങ്ങളെല്ലാവരും നേരത്തെ കണ്ട ക്യൂരിയോസിറ്റിയോടെ ഇൻ്റലിജൻ്റ് ആയിട്ട് ഇങ്ങനെ ഓരോ ദിവസവും ഓരോ വീടുകളും പരീക്ഷിച്ച് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ നമ്മളെ അറിയിക്കണം. ആദ്യം ഒന്ന് അറിയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ കൂടി പെട്ടാൽ സന്തോഷമുണ്ട്. നാട്ടിലെ മുഴുവൻ ജനങ്ങളെ അറിയിച്ച് നാറ്റിച്ചതിന് ശേഷം എന്നോട് പറയാൻ ഇടവരുത്തരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞാൽ അന്വേഷിക്കാനും ഇടപെടാനും പോസിറ്റീവാണ് നിങ്ങളുടെ ലക്ഷ്യമായിട്ടുള്ള വഴികളെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു പദ്ധതി ഈ ഒരു ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ സർക്കാർ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ മന്ത്രിയുടെ ഈ ഒരു വാക്കുകൾ. അപ്പോൾ ഇതൊക്കെ മുടക്കാൻ വേണ്ടി പല ആളുകളും ശ്രമിച്ചിട്ടും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഒരു രൂപ കൊടുക്കരുത് എന്ന് പറഞ്ഞ ആളുകളാണ് ഇതിൻ്റെ പുറകിൽ നിന്ന് കളിക്കുന്നത് എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഇതിലുള്ള വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ മുതലെടുപ്പ് എന്താണെന്ന് പൊതുജനത്തിന് മനസ്സിലാവുന്ന ഒരു സാധനം മാത്രമാണ്. സർക്കാരിൻ്റെ ഇച്ഛാശക്തി തന്നെയാണ് ഈ ഒരു പദ്ധതിയെ ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചിട്ടുള്ളത്. പിന്നെ പല ആളുകളും പറയുന്നുണ്ട്, വിഷുവായിട്ട് വീട് കൊടുക്കാമെന്ന് പറഞ്ഞ സർക്കാർ എന്തേ കൊടുക്കാഞ്ഞ് എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ മറന്നുപോയതാണെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിക്കാൻ പറയാം. നമ്മുടെ നാട്ടിലുള്ള പല കൺസ്ട്രക്ഷൻ ഫീൽഡിലും വർക്ക് ചെയ്യുന്നത് നമ്മുടെ അന്യസംസ്ഥാന തൊഴിലാളികളാണ്. പല നാട്ടിലും ഇപ്പോൾ ഇലക്ഷൻ നടക്കുന്നതിനെ കൊണ്ട് തന്നെ പല ജോലി ചെയ്യുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ നാട്ടിലേക്ക് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് കോൺട്രാക്റ്റ് എടുത്ത കമ്പനിക്ക് ഒരുപാട് തൊഴിലാളികളുടെ ഷോർട്ടേജ് ഉണ്ട്. വോട്ട് ചെയ്യാൻ പോവരുതെന്ന് പറയാൻ പറ്റുമോ അവരോട്? അത് അവരുടെ അവകാശമാണ്, അത് അവർ പോയേ പറ്റുള്ളൂ. നാട്ടിൽ വർക്ക് ചെയ്യുന്ന കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന പല ആളുകൾക്കും അറിയാം നാട്ടിൽ തൊഴിലാളികളുടെ ക്ഷാമം എത്രത്തോളം ഉണ്ട്, അന്യ സംസ്ഥാന തൊഴിലാളികളുടെ ക്ഷാമം എത്രത്തോളം ഉണ്ട്. ഇതൊന്നും അറിയാഞ്ഞിട്ടല്ല ജനങ്ങൾക്ക്. വെറുതെ ഒരു വിവാദം ഉണ്ടാകും, തമ്മിൽ ജനങ്ങളെ അടികൂടിക്കുക എന്നുള്ള ഒറ്റ തീരുമാനത്തിലാണ് പല മാധ്യമങ്ങളും പല രാഷ്ട്രീയ ആളുകളും ഇതിൽ മുതലെടുപ്പ് നടത്തുന്നത്. നൗഫലിനെ പോലെയുള്ള ഒരാൾ വന്ന വഴി മറന്നോ? മനുഷ്യനിർമ്മിതമായിട്ടുള്ള വസ്തുക്കളിൽ സ്വാഭാവികമായിട്ടും കേടുപാടുകളും കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ പരിഹരിച്ചിട്ട് നിങ്ങൾക്ക് ആ താക്കോല് തരൂ എന്ന് സർക്കാർ വരെ നിങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേവോളം കാത്തിരുന്ന നിങ്ങൾക്ക് ആറുവോളം ഒന്ന് കാത്തിരിക്കാമായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴും എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് സുരക്ഷിതമെന്ന് കരുതിയ നിങ്ങളുടെ വീട് പോലും ഒറ്റ രാത്രി കൊണ്ട് നഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ്. ഒരു കുടുംബത്തിലെ 16ഓളം അംഗങ്ങളെ നഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ് നിങ്ങൾ. നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ മറ്റാർക്കാണ് ക്ഷമിക്കാൻ കഴിയുക? പൊന്നാര നൗഫൽ ഭായ്. ചിലപ്പോൾ ഇതിൻ്റെ അടിയിൽ ഇപ്പോഴും കമൻറ്റുകൾ ഉണ്ടാവും, ന്യായീകരണം, എന്നെ തെറി പറയുന്നതൊക്കെ ഉണ്ടാവും. പക്ഷേ എനിക്ക് പറയണമെന്ന് തോന്നിയ കാര്യങ്ങൾ പറയാൻ മാത്രമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. അംഗീകരിക്കുന്നവർക്ക് അംഗീകരിക്കാം, അംഗീകരിക്കാത്തവർക്ക് തള്ളി. അവസാനമായിട്ട് വീണ്ടും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, ഈ ഒരു ചെറിയ ക്രാക്കിന് വേണ്ടിയിട്ട്, അത് പരിഹരിച്ച് തരാമെന്ന് പറഞ്ഞൊരു ക്രാക്കിന് വേണ്ടിയിട്ട് വേവോളം കാത്തിരുന്ന നിങ്ങൾക്ക് ആറുവോളം കാത്തിരിക്കാമായിരുന്നു.